വഖഫ് സ്വത്തുകൾ ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. വഖഫ് സ്വത്തുകൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യപ്പെടാനും പാടില്ല. ഇപ്പൊ മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തെ പോലും വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി ആ വിഷയം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ വഖഫ് ഭീകരതയുണ്ട് എന്നാണ്. എന്താണ് വഖഫ് സ്വത്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ആർക്കും യഥേഷ്ടം ഏതെങ്കിലും സ്വത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വഖഫ് സ്വത്താണ് എന്ന് പറയാൻ കഴിയില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ദൈവികമായ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെയാണ് ഭീകരത എന്ന് പറയുന്നത്. അതിനർത്ഥം രാജ്യത്ത് പ്രകോപനമുണ്ടാക്കി, വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, തെറ്റിദ്ധാരണ ഉണ്ടാക്കി, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ഇവിടെ ദുസ്സഹമാക്കുക എന്നല്ലാതെ മറ്റൊരു അജണ്ടയും അതിന്റെ പിന്നിലില്ല എന്ന് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു കൃത്യമായ നിലപാടുണ്ട്. അവിടെ മതപരമായിട്ടുള്ള നമ്മുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം അവിടെയുള്ള മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അവരും വഴിധാരമാകാൻ പാടില്ല, അവർക്കും യാതൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളുണ്ട്. ആ ഉത്തരവാദിത്വമുള്ള ആളുകൾ അത് വിറ്റ്, അത് കാശാക്കി, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ, അവര് നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിവാദങ്ങളുടെയും ഉത്തരവാദികൾ അവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അവിടെയുള്ള സാധാരണ മനുഷ്യരെ കബളിപ്പിച്ചതിന്റെ പേരിൽ, അവിടെ ഒരു വിവാദ മേഖലയാക്കി തീർത്തതിന്റെ പേരിൽ, അതിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇവിടെ ചില സംഘടനകൾക്ക് അവസരമുണ്ടാക്കിയതിന്റെ എല്ലാം ഉത്തരവാദികൾ ഇത് വിറ്റ ആളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വം അവരിലാണ് ചെന്നു ചേരുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയമപരമായി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരൽ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.